നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അധികാരികളുടെ കണ്ണ് തുറപ്പിച്ച ഒരു 24 വാർത്തയിലേക്കാണ് നമ്മൾ ഇനി ആദ്യം പോകുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ റോഡിന്റെ മാലിന്യമലയിൽ നിന്ന് ശാപമോക്ഷം. ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണത്തിനായി 2 മാസം മുൻപ് കോരിയിട്ട മാലിന്യം ഇറിഗേഷൻ വകുപ്പ് നീക്കി. 24 വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് കോരിയിട്ട മാലിന്യം ഇവിടെ ഒരു മലയായി മാറിയിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കൊന്ന് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇറിഗേഷൻ വകുപ്പ് കോരിയിട്ട മാലിന്യം 2 മാസത്തോളം ഇവിടെ ഇങ്ങനെ കിടന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. 24 2 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത ചെയ്തു, മാലിന്യം നീക്കം ചെയ്തു. ഭയങ്കര റോഡിൽ ഭയങ്കര തടസ്സമായിരുന്നു. പോകാൻ വരാൻ വല്ലായിരുന്നു. വണ്ടിയുടെ ചെളിയെല്ലാം അങ്ങോട്ട് അടിക്കണമായിരുന്നു. 24 நியூஸ் வந்த ശേഷം பிட்டு തന്നെ கோரின்னு வரும். நான் மதுரையிலேருந்து இங்கே வாரம் பிஸ்னஸ் விஷயமா வருவேன். இங்கே வாரம் வரப்போ ரொம்ப டஸ்ட்டு குப்பை நிறையா இருக்கும். இப்போ எல்லாம் க்ளீன் பண்ணி எல்லாம் பக்கம் நீட்டாக வச்சுருக்காங்க. നേരത്തെ ട്രാഫിക് അങ്ങോട്ടും കൂടെ വരെ ഒരു വാഹനം പോകാൻ പറ്റില്ല. കടയിലേക്ക് വരാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകില്ല. ഇപ്പോൾ ക്ലിയർ. ഓക്കെ. 24 വാർത്ത പിറ്റേ ദിവസം ഇത് ഓക്കെ. ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് ഇറിഗേഷൻ വകുപ്പ് കോരിയിട്ട മാലിന്യം മഴക്കാലമായതോടുകൂടി റോഡിലേക്ക് ഇറങ്ങി. പൊതുജനങ്ങൾക്ക് മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാൻ പോലും കഴിയില്ലായിരുന്നു. 24 ന്യൂസിലൂടെ വാർത്ത വന്നതിനപ്പുറം ആ വാർത്ത ഇറിഗേഷൻ വകുപ്പിന് കൈമാറുകയും ചെയ്തു. ഉടനടി പരിഹാരവും കണ്ടു. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കാലാവസ്ഥാ മുന്നറിയിപ്പുകളുണ്ട് സംസ്ഥാനത്ത്. ചിലയിടങ്ങളിൽ കനത്ത മഴ എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. തൃശൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ മഴയാണ് എന്ന് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോൾ മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പൂട്ടിയത് യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമാകുന്നു. കോട്ടയം നഗരസഭ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നാണ് ആരോപണം. 3 മാസം മുൻപ് അടച്ചുപൂട്ടിയ ശൗചാലയം എത്രയും വേഗം തുറക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. നമുക്ക് രാവിലെ മുതൽ ഇവിടെ ഒന്ന് രാത്രി വരെ പിടിക്കുന്നു. നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനൊരു സൗകര്യം ഇവിടെ ഇല്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥാപനങ്ങൾ ആരും അങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. എങ്ങോട്ടാണ് പോകുന്നത്? ലേഡീസ് എത്ര ഒരു യൂറിനൊക്കെ എത്ര നേരം പിടിച്ചു വെക്കുക. അതുകൊണ്ട് എന്തേരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാവിലത്തെ വണ്ടിക്കൊക്കെ വരുന്നവരൊക്കെ ടോയ്ലറ്റിൽ പോകാണ്ടൊക്കെ എന്തേരം ബുദ്ധിമുട്ടാണ്. അവർ ലാസ്റ്റ് ഓട്ടോ പിടിച്ച് എങ്ങോട്ടല്ലൊക്കെ ഓടും. എന്ത് ഗതികേട്, അത്ര ഗതികേടാണ്. ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം ദുരിതം നാഗമ്പടം സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നുണ്ടെന്ന്. 3 മാസം മുൻപ് ടാങ്കിന്റെ തകരാറിനെ തുടർന്ന് പൂട്ടിയ ശൗചാലയം പിന്നീട് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ദീർഘദൂര യാത്ര ചെയ്യുന്നവരും ഡ്രൈവർമാരും കടകളിലെ ജീവനക്കാരുമെല്ലാം ഇതോടെ വലിയ ദുരിതത്തിലാണ്. ശൗചാലയത്തിൽ പോകണമെങ്കിൽ കടകളിലോ ഹോട്ടലുകളിലോ പോകേണ്ട അവസ്ഥയാണ്. ബുദ്ധിമുട്ട് കോട്ടയം നഗരസഭയെ അറിയിച്ചിട്ടും യാതൊരു തീർപ്പും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 1 വർഷക്കാലമായി ഈ ബാത്റൂമിൻ്റെ ഒരു മെയിൻ്റനൻസ് പണി നടത്തി. ആ മെയിൻ്റനൻസ് പണിക്ക് ഏതാണ്ട് 27 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് പണി തീർത്ത് എന്നാണ് അവർ പറയുന്നത്. ഏതൊക്കെയാലും അന്ന് ഒരു ടാങ്ക് ഇവിടെ പണിതു. ഈ ടാങ്ക് പണിതപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ ടാങ്ക് വെച്ചാൽ ഇത് നിറഞ്ഞ് ഒഴുകും പുറത്തേക്ക്. ഈ മലിനം പുറത്തേക്ക് ഒഴുകുകയും സ്റ്റാൻഡിൽ നിൽക്കാൻ മേലാത്തൊരവസ്ഥ വരികയും ഭയങ്കര മണം വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബാത്റൂം എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. സ്റ്റാൻഡ് മുഴുവൻ ശുചിമുറിയുടെ ടാങ്കിൽ നിന്നുള്ള മലിനജലം പരന്നൊഴുകുകയാണ്. ശുചിമുറികളുടെ ടാങ്കുകൾക്ക് വലിപ്പമില്ലാത്തതാണ് തിരിച്ചടിയായത്. മാലിന്യം ടാങ്കർ ലോറികളിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച കരാറും ആയിട്ടില്ല. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്ന് ശൗചാലയം തുറക്കുമെന്ന് പറയാൻ നഗരസഭയ്ക്കാകുന്നില്ല. ഇതോടെ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും സ്ത്രീകളടക്കം നിരവധി പേർ ഈ ശൗചാലയം ഉപയോഗിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും
ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് നഗരസഭ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നാഗമഠം ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതോടെ യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ പ്രതിസന്ധിയിലാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇവിടെയുള്ള സർക്കാർ ജോലിക്കാർക്കെല്ലാം അതിൻ്റെ മേലിലൊക്കെ ബാത്റൂം ഉണ്ട്. ഞങ്ങളിവിടെ തൊഴിൽ എടുക്കുന്ന ആൾക്കാരാണ്. ഇത് 6 മാസം കൊണ്ട് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. അവരോടൊക്കെ ചെന്ന് നമ്മൾ പറഞ്ഞു, ഇതിപ്പം മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ചുറ്റിനുമൊക്കെ ബാത്റൂം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എവിടെ ചെന്നാലും അടഞ്ഞു കിടക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളും പ്രായമായ സ്ത്രീകളൊക്കെ വന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 5-6 മാസം അടുത്തായിട്ടുണ്ട് ഇത് തുറക്കാതായിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ അവിടെ ഇവിടെയൊക്കെ ഒന്നെണ്ണം വേറെ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് നമ്മളിതുവരെ ഒന്നും തുറന്ന് കണ്ടിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സ്പേസ് ഇല്ല. മുനിസിപ്പാലിറ്റി അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മേളിലുണ്ട്, താഴെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥലം ഒരുക്കി തരേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അത് മുനിസിപ്പാലിറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യം കംപ്ലൈൻറ്റുമായിട്ട് പോയതാണ്. സംസ്ഥാനത്തെ മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ തുടർച്ചയായി അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നാണ് അഞ്ജന പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിൽ, കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, തൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ മഴയുണ്ട്, അവധിയുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ അവധി പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് യൂട്യൂബിൽ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീണ്ടും സ്വർണ്ണവേട്ട. രേഖകളില്ലാതെ കർണാടക RTC ബസ്സിൽ കടത്തിയ 96 പവൻ സ്വർണം പിടിച്ചെടുത്തു. സംഭവത്തിൽ മുംബൈ സ്വദേശി മുജാസർ ഹുസൈനെ കസ്റ്റഡിയിലെടുത്തു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം അവിടെ ഈ സ്വർണവും പണവും ഒക്കെ പിടിച്ചെടുത്തിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് വലിയ രീതിയിലുള്ള സ്വർണം മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചെടുക്കുന്നത്. എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സ്വർണം പിടിച്ചെടുത്തത്. ഓണമായതിനാൽ മദ്യത്തിൻ്റെ ഒഴുക്ക്, കർണാടകയിൽ നിന്നുള്ള മദ്യത്തിൻ്റെ ഒഴുക്ക് ജില്ലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് തടയാനാണ് എക്സൈസ് വ്യാപകമായ വാഹന പരിശോധന നടത്തുന്നത്. ഇപ്പോൾ കർണാടക RTC ബസ്സിൽ കടത്തുകയായിരുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. വലിയ ക്വാണ്ടിറ്റി ഉണ്ട്. 96 പവൻ സ്വർണ്ണാഭരണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്ര മുംബൈ സ്വദേശി മുജാഫർ ഹുസൈനെ നിലവിൽ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ GST വകുപ്പിന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്വർണം GST വകുപ്പിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യാപകമായ ഇത്തരത്തിൽ സ്വർണം കടത്തുന്നു, രേഖകളില്ലാതെ സ്വർണവും പണവും കടത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തുടർച്ചയായി ഇങ്ങനെ സ്വർണം കടത്തുന്നുണ്ട്. ഇന്നലെ 55 പവനായിരുന്നു എക്സൈസിൻ്റെ പരിശോധനയിൽ പിടിച്ചെടുത്തത്. ഇന്നിപ്പോൾ 96 പവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും പരിശോധന കർശനമാക്കാനാണ് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലൊരു വാഹനാപകടം ഉണ്ടായിരുന്നു. അതിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഓട്ടോ ഡ്രൈവർ മരിച്ചു. കരകുളം സ്വദേശി ഷാഫിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷാഫി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി ഈ അപകടം ഉണ്ടായത്. അതിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. റിനു ശ്രീധറാണ് വിവരങ്ങൾ അറിയിച്ചത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, അത് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊടിഞ്ഞു വീണു എന്നുള്ളതാണ്. കൈക്കുഞ്ഞുൾപ്പെടെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 7 മാസം പ്രായമുള്ള കുട്ടിയാണ് മാതാവിന്റെ മടിയിലുണ്ടായിരുന്നത്. ഓമശ്ശേരിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിന് അവർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത് എന്നാണ് സമീർ സി മുഹമ്മദ് ഇപ്പോൾ അറിയിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആർക്കും പരിക്കില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാറ്റുണ്ട്, ശക്തമായ മഴയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ ഈ സംഭവം ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ ഓടുന്ന ഈ കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞ് വീണുകയായിരുന്നു. എൻ്റെ മുൻവശത്തെ ഗ്ലാസിന് മുകളിലേക്കാണ് അത് വീണത്. പക്ഷേ യാത്രക്കാർക്ക് പരിക്കില്ല. ഓമശ്ശേരിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഈ വാഹനത്തിന് മുകളിലേക്ക് ഒരു മരക്കമ്പ് പൊട്ടി വീഴുകയായിരുന്നു. അമ്പലക്കണ്ടി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫും കുടുംബവുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് പൊട്ടി വീണത്. അതിനകത്ത് അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ ഭാര്യ, അതുപോലെ 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും മറ്റൊരു കുഞ്ഞും, ഇങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുൻഭാഗത്താണ് ഈ ചെറിയ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ ദേഹത്തിന് തൊട്ടരികിലേക്കായാണ്
ഈ മരക്കൊമ്പ് പൊട്ടി വീഴുകയും തുടർന്ന് അത് ആ ഗ്ലാസ് തുളച്ചുകൊണ്ട് ഉള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയൊരു അപകടമാണ്. എന്നാൽ വലിയ രീതിയിലുള്ള അത്യാഹിതമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. 7 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓമശ്ശേരിയിൽ നിന്ന് ഇവർ വൈത്തിരിയിലേക്ക് പോവുകയായിരുന്നു. ആ വേളയിലാണ് ചെറിയ ഒരു കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിനെ തുടർന്നാണ് ഒരു വലിയ മരക്കൊമ്പ് തന്നെ ഇത്തരത്തിൽ പൊട്ടി വീണിരിക്കുന്നത്. അതായത് ഇതിന്റെ ഗ്ലാസ്സിലേക്ക് പൊട്ടി വീഴുകയും പിന്നീട് അത് തുളച്ചു കയറിക്കൊണ്ട് ഉള്ളിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായി. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അല്പസമയം മുമ്പാണ് ഈ 7ാം വളവിൽ താമരശ്ശേരി ചുരത്തിലെ 7ാം വളവിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ചെറുപ്പയിലെ മെഡിക്കൽ കോളേജിന്റെ ഹെൽത്ത് യൂണിറ്റായ ആശുപത്രി ശോച്യാവസ്ഥയിൽ. IP യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും എന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പാണിപ്പോൾ പാഴായത്. ഒരു നാട് മുഴുവൻ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ വികസനം ലക്ഷ്യമിട്ട് 50-ലധികം ദിവസമാണ് നാട്ടുകാർ സമരമിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന്മേൽ നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിച്ച് നാളിത്രയുമായിട്ടും ഇതുവരെ ആരോഗ്യമന്ത്രി വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ല. ആശുപത്രി ഇന്നും ശോചനീയ അവസ്ഥയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഹെൽത്ത് യൂണിറ്റായ ചെറുപ്പ ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത്. 6 പഞ്ചായത്തുകളിലെ നിരവധി പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് മാവൂർ ചെറുപ്പയിലെ ഹെൽത്ത് യൂണിറ്റ്. 700ഓളം രോഗികളാണ് ദിവസേന ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിനെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ രോഗികൾ വന്നാലെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ വളരെയധികം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. ഇപ്പം ആയിരക്കണക്കിന് രോഗികൾ വന്നിട്ട് ഇവിടെ വേണ്ട രീതിയിലുള്ള ഔഷധന്മാരില്ല, ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പെട്ടെന്നുള്ള ചികിത്സകളൊന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളോ ആവശ്യമായ ഡോക്ടർമാരോ മറ്റ് അനുബന്ധ ജീവനക്കാരോ ഇല്ലാത്തതാണ് ആശുപത്രിയെ ദുരിതത്തിലാക്കുന്നത്. 6.5 ഏക്കറിലേറെ സ്ഥലവും നിരവധി കെട്ടിടങ്ങളുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. സാധാരണക്കാർക്ക് ഇത്തരം സർക്കാർ ഹോസ്പിറ്റലുകളിൽ സാധാരണക്കാർക്ക് വഞ്ചന ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചേ പറ്റൂ. അപ്പോൾ ഇത് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണോ ഇതിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബലമായ സംശയം. നിലവിൽ ഉച്ചവരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ഉച്ചയ്ക്ക് ശേഷം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഒരു താൽക്കാലിക ഡോക്ടർ മാത്രമാണ് രോഗികൾക്ക് ആശ്രയം. ഈ സേവനം വൈകുന്നേരം 6 മണിയോടെ നിലയ്ക്കുകയും ചെയ്യും. ഈ ആശുപത്രിക്ക് ഒരു നല്ല കാലമുണ്ടായിരുന്നു. വർഷത്തിൽ 300-ലധികം പ്രസവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത ആശുപത്രിയാണിത്. ഇന്നതെല്ലാം ഓർമ്മകൾ മാത്രം. ആരൊക്കെയോ പിടിപ്പുകേടുകൊണ്ട് നശിക്കുകയാണ് ഈ ആശുപത്രി. ആരോഗ്യമന്ത്രി വാക്കുപാലിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ആശുപത്രിയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് എന്താണ് അവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് നോക്കാം. പ്രതികരണത്തിലേക്ക്. ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ടാണ് ഇന്നത്തെ ഗവൺമെൻറ് കടന്നു പോകുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു ചെപ്പടി വിദ്യ എന്നുള്ള രീതിയിൽ ഇത് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, DMAയുടെ കീഴിലാണ് പറയുന്നു. അങ്ങനെ ഉള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് MO 3 ഡോക്ടർമാരാണുള്ളത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചൊരു ഡോക്ടർ. ഈ 3 ഡോക്ടർമാർ 12 മണി വരെ മാത്രമേ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവുകയുള്ളൂ. ഈ 12 മണി കഴിഞ്ഞ് അതല്ലെങ്കിൽ 1 മണി കഴിഞ്ഞ് പിന്നെ അവർ ഡ്യൂട്ടിയിലില്ല. ഇന്നിപ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഈ സമീപ പഞ്ചായത്തിലെയും ഈ ഗ്രാമപഞ്ചായത്തിലെയും ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒരു 10-20 കിലോമീറ്റർ അപ്പുറമുള്ള മെഡിക്കൽ കോളേജിൽ പോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾ സമീപ പ്രദേശത്ത് ചികിത്സ കിട്ടാതെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇവിടെ മാറ്റിയിരിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജയറാം രമേശ് രംഗത്തെത്തിയ വാർത്ത ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനം നടത്തിയാണ് നിലപാട് വിശദീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ വിവേചനമില്ലെന്ന കമ്മീഷന്റെ പ്രസ്താവന പരിഹാസ്യം എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല കമ്മീഷൻ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം.
പൊതുജന കഴുതല എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഈ അട്ടപ്പാടിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾ വ്യാപകമായി എത്തുന്ന ദിവസങ്ങളാണ്. അതായത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 2 കാറുകൾ ഏതാണ്ട് ഒരേ ദിശയിൽ വന്ന് പോകുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ അമിത വേഗതയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ റോഡൊക്കെ കോട്ടത്തറയിലടക്കം വലിയ പ്രശ്നങ്ങളുള്ള പ്രദേശമാണ്. റോഡിൽ കുഴികളൊക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ നോക്കാതെ അമിത വേഗതയിൽ വന്ന് കയറുകയാണ്. ആ വാഹനത്തിന് നേരെ, ഈ കാറിന് നേരെ മുൻവശത്താണ് ഇടിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ബൈക്കുകാരനും ഉണ്ടായിരുന്നു. അയാളും തെറിച്ച് അപ്പുറത്തോട്ട് പോകുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കാതെ, ചെറിയ ചതവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊലി പോകലോ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്തായാലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഭീകരമാണ്. ഇത് കാണുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കാൻ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവിടുത്തെ വിനോദസഞ്ചാരികൾ യാതൊരു തരത്തിലും മുൻകരുതൽ എടുക്കാതെ ചീറിപ്പാഞ്ഞു പോകുന്ന സാഹചര്യമാണുള്ളത്. ശരി, ശ്രീ ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ പൊതുജന കഴുതൽ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്. ഇനി 24 റൗണ്ട് അപ്പാണ്. പ്രജൻസി കണ്ണനെത്തും. നമസ്കാരം.